എല്ലാവർക്കും ലേഡി ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിതേ മുറ്റത്ത് നിന്ന് കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ വരികയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഇൻട്രോ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എണീറ്റ് ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഉപ്പുമാവാണ് കേട്ടോ. ഗോതമ്പിൻ്റെ ഉപ്പുമാവില്ലേ, അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. എന്നാലും വേണ്ടില്ല, നമുക്കത് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് കഴിക്കുകയാണ് കേട്ടോ. അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്ന് ഞാൻ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നമ്മുടെ മുറ്റത്തുള്ള ഒരു പ്ലാവുണ്ട്, അതിൻ്റെ ചുവട്ടിൽ വന്നിരുന്നിട്ടാണ് കേട്ടോ ഇൻട്രോ ഒക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ചായ കുടിക്കാം. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഹെയർ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാനൊരു ഹെയർ കെയർ ഞാൻ ചെയ്തിട്ടില്ല. അതായത് നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ എപ്പോഴെങ്കിലും ഒന്ന് താടി തേക്കും, അങ്ങനെ ചെയ്യാമെന്നല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇന്നൊരു വീഡിയോ എടുക്കാനും ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചു, യെസ്, ഇന്ന് നമുക്കൊരു ഹെയർ കെയറും കൂടി ചെയ്യുന്ന വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുടിയൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ ആക്കിയിട്ട് നോക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന വീഡിയോ എന്താണെന്നറിയോ, ഹെയർ സെറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ മുറ്റത്ത് 2-3 ടാങ്ക് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് പൈപ്പിൽ വെള്ളം വരുമ്പോൾ പിടിച്ച് വെക്കുകയാണെങ്കിൽ അതിലൊരു ടാങ്കിൽ നമ്മൾ ഇതേപോലെ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ്, നമുക്ക് ഇതേപോലെ തിരിച്ചിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആ ചെടിയിൽ വെള്ളം കൊണ്ട് ഒഴിച്ചതാണ്. പക്ഷേ ആ ചട്ടിയിൽ ഞാൻ കുറേ ഓട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം അതിലേ അങ്ങ് പോയി. ഈ കോഴീനെ കണ്ടോ, ഇത് നമ്മുടെ അയൽവാസി, കുറച്ച് ദൂരെയുള്ള അയൽവാസീൻ്റെ കോഴിയാണ്. ഇവന് ആകെ ഭയങ്കര പ്രശ്നക്കാരനാണ് ഇവൻ. പിന്നെ ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഇല്ലേ, നമ്മുടെ കിച്ചണിൻ്റെ ഭാഗത്തുള്ള, അവിടെ ഒരു കുഞ്ഞ് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മെയിനായിട്ടുള്ള വില്ലനാണ് ഈ കാണുന്ന പുഴു എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതിനിടയ്ക്ക് പോയിട്ട് നമ്മുടെ സെറം ഉണ്ടാക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിട്ടോ. അതായത് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ അല്ലേ, അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്നതൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. സെറം ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം നമുക്ക് ഓണമൊക്കെ കഴിഞ്ഞതല്ലേ കുട്ടികളെ, ഒരുപാട് അലക്കാനുണ്ടായിരുന്നു. ഒരു സെക്ഷൻ രാവിലെ കഴിഞ്ഞതാണ്, ഇത് അടുത്ത സെക്ഷനാണ്. കുറേ സ്ഥലത്തൊക്കെ പോകാനുള്ളത് കാരണം അങ്ങനെ അവിടെ വെക്കുകയും ചെയ്തു. പിന്നെ അത് മാത്രമല്ല, ഓണത്തിൻ്റെ സമയത്ത് നമ്മുടെ പൈപ്പിൽ വെള്ളം വന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നവും കാരണം അങ്ങനെ അവിടെ വെച്ച് പോയി. അപ്പോൾ ഞാനിതാ അലക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ശരിക്കുള്ള ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുക, കുളിക്കുക, അതിനുശേഷം വിളക്ക് കത്തിക്കുക, ചായ പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. എനിക്ക് ആ വീഡിയോ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എന്താണെന്നറിയോ, എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് തരാൻ ആരുമില്ല. സൗകര്യങ്ങളും കുറവാണ്. പിന്നെ അതേപോലെ തന്നെ രാവിലത്തെ തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമാണ്. ഇപ്പോൾ പിന്നെ സ്കൂളില്ലാത്തതിനോട് കുഴപ്പമില്ല. പിന്നെ മോനിവിടെ ഇല്ല, അപ്പോൾ അതിനോണ്ടും കുഴപ്പമില്ല. എന്നാലും പക്ഷേ ഞാൻ മെൻ്റലി ചില സമയത്ത് വല്ലാതെ വീക്കായി പോകുന്നുണ്ട് ഗൈസ്, അതാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ ബാക്ക് ടു നോർമൽ, എന്താ പറയുക, പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാൻ സാധിക്കണം. സാധിച്ചേ പറ്റുള്ളൂ. സാധിക്കുമായിരിക്കും അല്ലേ? യെസ്, സാധിക്കണം. അതുതന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെന്താ, പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ നമ്മൾ അലക്കലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൈപ്പിൽ ഇന്ന് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, കഴുകുന്നില്ല കേട്ടോ. തുണിയൊന്നും ഇവിടെ വെച്ചിട്ട് കഴുകുന്നില്ല. പൈപ്പിൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് വെള്ളം എടുത്തിട്ട് നമുക്ക് അവിടുന്ന് കഴുകാം കേട്ടോ. പിന്നെ ഇപ്പോൾ മോനിവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ. എൻ്റേതും അമ്മേൻ്റെയും അച്ഛൻ്റെ മാത്രമേ ഉള്ളൂ. അത് രണ്ടും ഞാൻ രാവിലെ ചെയ്ത് കഴിഞ്ഞതാണ്. ഇത് എൻ്റേത് മാത്രമുള്ള സെക്ഷനാണ് കേട്ടോ. ഒരുപാട് സ്പേസ്, നമ്മൾ മുറ്റത്തേക്ക് കുറേ അപ്പുറത്തേക്ക് സ്പേസ് ഉണ്ടെങ്കിലും മരങ്ങളാണ്, അതായത് മാവ്, പ്ലാവ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയത് കാരണം തണലാണ്. മുറ്റത്ത് ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രം, അതേപോലെ ഈ അലക്കുന്ന ഒരു ഭാഗത്ത് മാത്രമേ വെയിലുണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയൊരു സ്പേസേ ഉള്ളൂ മുറ്റത്ത്, അയൽ കെട്ടിയത്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നല്ല വെയിൽ ആ ഭാഗത്ത് ഉള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ സെക്ഷൻ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ ഞാൻ അലക്കിയൊക്കെ കഴിയുമ്പോഴേക്ക് അത് ഉണങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അത് എടുത്ത് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് അവിടെ ആറിയിടാവുന്നതാണ്. നമ്മൾ മുറ്റത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ടേ. അതിപ്പോൾ എന്താ പറയുക, മഴയായത് കാരണമൊക്കെ കെട്ടിയതാണ്. മുറ്റത്ത് വല്ലാതെ ചളിപിലി ആവുമല്ലോ, അപ്പോൾ അതിനോട് കെട്ടിയതായിരുന്നു. അപ്പോൾ ഇപ്പോൾ പിന്നെ മഴയൊക്കെ പോയല്ലോ, ഇനിയിപ്പോൾ ഷീറ്റ് അഴിക്കാൻ മതിയാവും. പക്ഷേ ഷീറ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ, പിന്നെ നമ്മുടെ കോലായിൽ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ വേണ്ടി പറ്റില്ല. ഭയങ്കര വെയിലായിരിക്കും, ഭയങ്കര ചൂടും എടുക്കും, അങ്ങനെ വിഷയമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ
അലക്കാൻ വേണ്ടിയിട്ട് വെള്ളം ബാക്കിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. പൈപ്പിൽ നിന്ന് ഒരു പാത്രത്തിൽ നിറച്ച് വെക്കും, അതിനകത്ത് മുക്കിയെടുക്കും. കഴിയുന്നതിനനുസരിച്ച് അതിൽ നിന്ന് വെള്ളം പിടിച്ച് വെക്കുക ചെയ്യുക. എന്നിട്ട് ഇതേപോലെ നടന്നിട്ട് ബാക്കിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിച്ചൂടെ? വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ താല്പര്യമില്ലായിട്ടല്ല. ഒന്നാമത്തെ കാരണം നമുക്കത് വെക്കാനുള്ള സ്പേസ് ഇല്ല. നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ടൊരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ നമുക്ക് വെക്കാനുള്ളൊരു സ്ഥലം വേണം അല്ലേ. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ സ്പേസ് ഇല്ല. ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ വീടിൻ്റെ ഉൾഭാഗമൊക്കെ. വീടിൻ്റെ ഉള്ളിൽ സ്പേസ് ഇല്ല. പിന്നെ പുറമെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സ് സമ്മതിക്കുമോ പുറമെ വെക്കാൻ വേണ്ടിയിട്ട്? ഇല്ല, എനിക്ക് കഴിയില്ല കേട്ടോ. നമ്മുടെ എത്ര പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണെങ്കിൽ അത് നല്ല രീതിക്ക് കൊണ്ട് വെക്കാൻ സാധിക്കണം. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വീടിൻ്റെ താഴെ നിന്ന് മേലേക്ക് സാധനങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ളൊരു കാര്യമാണ്. അതായത് വഴി ശരിയില്ലാത്തത് കാരണം അപ്പോൾ ഇത്രയും വലിയൊരു സാധനം മേലെ എത്തിച്ചിട്ട് നമുക്ക് ഒന്നാമത്തെ വെക്കാനും സ്ഥലമില്ല. അപ്പോൾ ഈ 2 ഇഷ്യൂ ആണ് ഒന്നാമത്തെ കാരണം. പിന്നെ മണിച്ചേട്ടനും കൂടി വേണമല്ലോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. വാങ്ങിക്കാൻ പറ്റും, വാങ്ങിക്കണം. ഭാവി ഇനി മുന്നോട്ടേക്ക് എന്താ പറയുക, നല്ല രീതിക്കൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഒലുമ്പുന്നത് കേട്ടോ ഡ്രസ്സൊക്കെ. അലക്കൽ പരിപാടിയിലാണ് ഗൈസ്, അലക്കൽ പരിപാടി. ഓണം വലിയ രീതിയിൽ ആഘോഷിക്കുകയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കൂടെ എന്താ പറയുക, കുറേ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയി, പിന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോയി, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കാരണം കുറച്ചധികം തന്നെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. എനിക്ക് പൈപ്പിൽ വെള്ളം വന്നതിനോണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അലക്കാണ് കേട്ടോ. ഇനിയുണ്ട്, കുറച്ചുകൂടി ഉണ്ട്. അതും കൂടി ഒന്ന് കഴിഞ്ഞു. ഒരു സെക്ഷൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തോ കാണുന്നുണ്ടോ? ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷനാണിത്. അപ്പോൾ അതും കൂടി ചെയ്തിട്ടാണ് എനിക്ക് കുളിക്കാൻ. വീട്ടിലിരുന്ന ഡ്രസ്സാണെങ്കിലും അല്ലാത്ത ഡ്രസ്സാണെങ്കിലും ഇവനെ മുക്കിയെടുക്കാതെ ഒരു പരിപാടി ഇല്ല കേട്ടോ. ഡ്രസ്സിന് നല്ല മണം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ നല്ല ഡ്രസ്സിലൊക്കെ ഇടുന്ന സമയത്തെ അത് നമ്മൾ അയൺ ചെയ്തിട്ടാണല്ലോ ഉപയോഗിക്കുക. എത്ര കൂറ ഡ്രസ്സാണെങ്കിലും ഞാൻ അയൺ ചെയ്യാതെ ഞാൻ ഡ്രസ്സ് ഇടില്ല കേട്ടോ. എത്ര പഴയതാണെങ്കിലും എന്താണെങ്കിലും ഞാൻ അയൺ ചെയ്തിട്ട് ഇടും. പുറമെ പോകുമ്പോഴേ, വീട്ടിൽ നിൽക്കുമ്പോഴല്ല കേട്ടോ. എനിക്ക് ചുളിവുള്ളത് എനിക്ക് ഇഷ്ടമല്ല ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷനിലുള്ള സാധനങ്ങളാണ് കേട്ടോ കിടക്കുന്നത്. ഉണങ്ങിയതൊക്കെ ഞാൻ ഏകദേശം ഒന്ന് ചെറിയൊരു തണുപ്പ് പോലെയുള്ളത് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. അല്ലാത്തതൊക്കെ ഞാനിതാ പിഴിഞ്ഞ് എല്ലാം ആറിയിടാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ എന്താ പറഞ്ഞു വന്നേ? മറ്റേ സാധനം മുക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഈ മുക്കി നല്ല ഡ്രസ്സിലൊക്കെ നമ്മളത് മുക്കിയിടുകയാണെങ്കിൽ അയൺ ചെയ്യുമല്ലേ. അയൺ ചെയ്യുന്ന സമയത്ത് നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടു. സ്റ്റിഫ് ആൻഡ് ഷൈനും കംഫേർട്ടും അതേപോലെ തന്നെയാണ്, രണ്ടും നല്ലതാണ്. അമ്മയും അച്ഛനും ചായ കുടിക്കുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ കാപ്പി ഉണ്ടാക്കിയത്. അമ്മ കുറേ നേരമായിട്ട് വിളിക്കുന്നിട്ട് ഞാൻ ആ ഭാഗം നോക്കിയില്ല കേട്ടോ. ഭയങ്കര തണുത്ത് പോയിട്ടുള്ളൊരു കാപ്പിയാണ് ഞാൻ കുടിച്ചത്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞു. ഒരു ഗ്ലാസ് കോഫി കുടിച്ചു. ചായക്ക് തീരെ ചൂടില്ലായിരുന്നു. കുറേ നേരമായിട്ടോ എന്നെ വിളിക്കുന്നത് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാൻ അലക്കി കഴിഞ്ഞിട്ട് കുടിക്കാമെന്നുള്ളതിൽ നിന്നതിനോണ്ട് അതിന് തീരെ ചൂടില്ലായിരുന്നു, തണുത്ത് പോയി. അത് കുഴപ്പമില്ല. ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നിട്ട് എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഹോയ്. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞ് വന്നതാ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, എനിക്ക് കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സെറം ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പോൾ അതിൻ്റെ സെറം യൂസ് ചെയ്യുമ്പോൾ പറയാമല്ലോ, നമ്മൾ കുളി കഴിഞ്ഞൊക്കെ വന്നതിന് ശേഷം മുടിയിലെ വെള്ളം അങ്ങോട്ട് പൂർണ്ണമായിട്ട് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മൾ സെറം യൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണം ഒന്ന് വേഗം കഴിക്കട്ടെ. ഉച്ചയ്ക്ക് ഉള്ള ഫുഡ് ഞാൻ വേഗം കഴിച്ചിട്ട് ആ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം. ബൈ. ഇന്ന് കുക്ക് ചെയ്യുന്നതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഞാൻ ഈ അലക്കൽ പരിപാടിയിലേക്ക് എന്നൊക്കെ അമ്മയാണ് എല്ലാം ചെയ്തത്.
എന്താ പറയുക, സാമ്പാറും പിന്നെ നമ്മുടെ ചെറുപയർ കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് രണ്ടാണ്. അതിനുശേഷം വേറെ ഒന്നുമില്ല, കാര്യമായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ആസ് യൂഷ്വൽ ചോറ് കഴിച്ചു. അത് തന്നെയാണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹലോ, അപ്പോൾ ദേ നമ്മൾ നമ്മുടെ എന്താ പറയുക, ഹെയർ സിറം, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ സിറം ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ എടുത്ത് കഴിഞ്ഞു കേട്ടോ. സിമ്പിൾ വീഡിയോ ആണ്, എന്താ പറയുക, വലിയ വലിയ ഹെവി ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് എൻ്റെ ലൈറ്റിൻ്റെ സെറ്റപ്പ്. ഇപ്പം നല്ല വെളിച്ചല്ലേ, അതെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയോ? ഞാൻ ഒരു മിനിറ്റ്, നമ്മുടെ സ്വിച്ചിന് ചെറിയൊരു പ്രശ്നമുള്ളത്, നന്നായിട്ട് പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ വരില്ല. കണ്ടോ, നല്ല ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാം. അതായത് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, പിന്നെ ഇപ്പോൾ ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചൊരു സാധനമാണ് കേട്ടോ, വലിയ സംഭവമൊന്നുമല്ല. കണ്ടോ, ഇങ്ങനെ ഒരു ലൈറ്റ്, ഇങ്ങനെ ഇതേപോലൊരു വയറിൻ്റെ മേലെ ഇതേപോലൊരു വയറിൻ്റെ മേലെ അവരിങ്ങനെ സെറ്റാക്കി തന്നതാണ് ലൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് വീഡിയോ, എന്താ പറയുക, ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഭയങ്കര ഹെവി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല, ഉള്ളതുകൊണ്ട് നമുക്ക് കുഞ്ഞതായിട്ട് വീഡിയോ എടുക്കാമല്ലോ. ഇപ്പോൾ നല്ല ക്ലിയർ ഉണ്ടല്ലോ അല്ലേ? അത് ഈ ലൈറ്റിൻ്റെ അടുത്തേക്ക് വെച്ചതിനോണ്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഹെയറിൽ നമ്മുടെ ഹെയർ സിറം ഇട്ടിട്ടുണ്ട്. ഇത് എന്താ പറയുക, ഈ അടുത്തന്നെ ഈ വീഡിയോ വരും കേട്ടോ, ആ വീഡിയോ, ഹെയർ സിറത്തിൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്താ പറയുക, അതിൽ ആറിയിട്ടിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ താഴെ എങ്ങാനും പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഭൃംഗരാജില്ലേ, കഞ്ഞെണ്ണ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് പോകണം. നമ്മൾ കഞ്ഞെണ്ണ പറിക്കാൻ പോയിട്ടില്ല കേട്ടോ. അതായത് ഉണങ്ങിപ്പോയാലോ, വെളിച്ചെണ്ണ എത്തിയിട്ടില്ല, അപ്പോൾ ഉണങ്ങിപ്പോയാലോ എന്ന് ഓർത്തിട്ട് ഇപ്പം ഞാൻ എൻ്റെ മുടി ഉണക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു അടിച്ചു വാരൽ പരിപാടി, ഇത് അച്ഛൻ്റെ മെയിൻ പരിപാടിയാണ്. വൈകുന്നേരത്തിൽ അച്ഛൻ എന്നെ അടിച്ചു വാരണം, എത്ര വേണ്ടാന്ന് പറഞ്ഞാലും സമ്മതിക്കൂല കേട്ടോ. അങ്ങനെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അച്ഛൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിയൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ വീട്ടിലുള്ള കടലക്കറി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് നമ്മൾ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ബൈ.